വെളുത്തിരിക്കുന്ന കറുത്തു പോയല്ലോ. എന്താ അമ്മേ എൻ്റെ മുഖം? അതന്ന് എൻ്റെ മുഖം ഈ കളറാണല്ലോ അമ്മേ. വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ ഒന്നും ഞാൻ തേച്ചിട്ടില്ല, ഈ കളർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ മോള് നല്ല വെളുത്തല്ലോ ഇരുന്നത്. അത് പിന്നെ കല്യാണം ആകുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല വൃത്തിയാവത്തില്ലേ. ഇപ്പോൾ മുഖം അന്ന് മേക്കപ്പ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ മുഖമെല്ലാം ആ കളർ പോയപ്പോൾ ഒന്ന് കറുത്ത് പോയി. അങ്ങനെ ചെയ്തേയുള്ളൂ, എൻ്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല. അത് പറയണ്ടായിരുന്നോ കളർ ഇതാന്ന്? ഞങ്ങൾ അറിഞ്ഞോ? ഇത് പറയാനാന്ന് പറ. ഇപ്പം അങ്ങ് വല്ലാത്ത കളറായി പോയല്ലോ, ക്ഷീണിച്ചങ്ങ് വല്ലാതെ ആയിപ്പോയി, കഷ്ടം. പക്ഷെ എൻ്റെ മോനുണ്ടല്ലോ, അവൻ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. അവനെ പ്രസവിച്ചപ്പോൾ തങ്കം പോലത്തെ ചെറുക്കനില്ലായിരുന്നു, നല്ല വെളുത്ത ചെറുക്കനായിരുന്നു. പിന്നെ അവൻ തമിഴ്നാട്ടിലൊക്കെ പഠിക്കാൻ പോയപ്പോഴങ്ങ് കറുത്ത്, അവിടുത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്. അവൻ ആ കളറല്ലേ മോളെയൊന്നും കിട്ടത്തില്ല, നല്ല സുന്ദരി പെണ്ണുങ്ങളെ കിട്ടിയല്ലോ. പക്ഷെ എന്തോ ചെയ്യാനാ, മോള് മേക്കപ്പ് ഇട്ട് ഇറങ്ങിയതായിരുന്നില്ലയോ, ഞങ്ങൾ അറിഞ്ഞില്ല. അന്നേരം എന്തൊരു ഐശ്വര്യമായിരുന്നു, ഇപ്പോഴില്ലേ നല്ല മുഖം കണ്ടത്. അന്ന് ഞാൻ കുറച്ച് മുഖത്ത് കുറച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് തന്ന് നിങ്ങൾ വന്നപ്പോൾ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത്. കൊള്ളാലോ, നല്ലതാണല്ലേ. ഞാനിങ്ങനൊന്നും അല്ല എന്നിട്ട് എനിക്ക് നല്ല കളറായിരുന്നു. നാട്ടുകാരെല്ലാം കണ്ണു കേട്ടോ ഈ കളറായി പോയത്. നല്ലതായിരുന്നു, എന്നെ എൻ്റെ മോനെയൊക്കെ നല്ല വെളുത്ത് നല്ലതായിരുന്നു കേട്ടോ. അല്ലാതെ എൻ്റെ മുഖം ഇതാ അമ്മേ. ഉള്ളോ, ഞങ്ങൾ വന്നപ്പോൾ മോക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നല്ലോ, ഇതെന്തോ മുടി ഇല്ലേ ഇപ്പോൾ? എൻ്റെ മുടിയോ? എൻ്റെ മുടി ഇത്രയേ ഉള്ളമ്മേ, മുടിയൊക്കെ അങ്ങ് പോയോ? നല്ല ഈ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പിന്നിയൊക്കെ ഇട്ടപ്പോഴേ നല്ല മുടിയുണ്ടായിരുന്നല്ലോ. ഇല്ല ഇല്ല, എനിക്ക് ഇത്രയും മുടിയേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി മുടിയൊന്നുമില്ല. അത് അമ്മയുടെ കാഴ്ചക്കുറവ് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്, ഒരുപാട് മുടി. സാരിയുടെ തുമ്പിങ്ങനെ കിടക്കുന്നപ്പോൾ മുടിയാന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. എനിക്ക് ഇത്രയും മുടിയേ ഉള്ളൂ. ഇപ്പം മുടിയില്ലേ? അയ്യോ, എനിക്ക് ഇങ്ങനെ മുടിയുണ്ടായിരുന്നു. അത് ഈ നാട്ടുകാരെ കണ്ണ് വിട്ട് എന്നിട്ട് മുടിയെല്ലാം പോയി. അതിൽ ഇനി ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്ന മുടിയെല്ലാം പോയി. അമ്മയ്ക്ക് ഇത്രയും മുടിയുണ്ടായിരുന്നു, നല്ലതായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു എൻ്റെ മോന് ഇത്രയും മുടിയുള്ള പെണ്ണുങ്ങളെ ആയിരുന്നു ഇഷ്ടം. എന്തോ ചെയ്യാനാ, വിധിയല്ലേ നടക്കൂ. മുടിയുള്ള പെണ്ണിനെയും സൗന്ദര്യമുള്ള പെണ്ണിനെയൊന്നും കിട്ടിയില്ല, ഇത് പറയാനാ. ഇരിക്കട്ടെ. കൊള്ളാം, ഈ പെണ്ണുമ്പളെ തള്ളു വലിയ കൂടെ കുറേ നടന്ന് തള്ളി ഇരിക്കുമോ. ഫോണിലോരോ ന്യൂസുകളെ, അമ്മ പോര്, മരുമോള് പോര്, പുതുമണവാട്ടി വന്ന് കയറി അവിടെ പോര് തുടങ്ങി. എന്തൊക്കെയാ കഥകൾ കേൾക്കുന്ന ദൈവമേ, എന്തൊക്കെ നടക്കാനിരിക്കുന്നു. ഈ വന്ന കാലത്തല്ലേ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചിരിച്ച് മുഖമായിട്ട് വരും, പിന്നെ അവരുടെ പാവം മാറുന്ന എപ്പോഴാണ് നമുക്കൊന്നും അറിയാൻ ഒക്കത്തില്ലല്ലോ. ഫോണിലൊക്കെ ഓരോ ന്യൂസ് കേൾക്കുക, പിന്നെ അത് നാളെ തിരിഞ്ഞ് നമ്മുടെ നേരെ വരും, ഒന്നും പറയാൻ ഒക്കത്തില്ല. അതാ പേപ്പറിലും ഈ ഫോണിലും ഒക്കെ വരുന്ന ന്യൂസുകൾ വായിക്കുമ്പോൾ പേടിയാ. എന്തോ ചെയ്യാനാ. അതൊന്നും നടക്കത്തില്ല അമ്മേ, അതൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നതല്ലേ, അവിടെ എന്തോ പ്രശ്നമൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെയും ചിലർ പറയും ചെറുക്കന് നല്ല ജോലിയുണ്ട്, നമുക്കൊന്നും അങ്ങനെ വരാതിരുന്നാൽ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ. പിന്നെ കാര്യങ്ങൾ നടക്കുമ്പോഴേ ജോലിയില്ല, തേരാപ്പാര കയറി അടക്കും, അങ്ങനെ വരും. അങ്ങനെ ചിലർ പറയും, അങ്ങനെയും കള്ളത്തരങ്ങൾ പറയും. അത് അമ്മ അറിയത്തില്ലായിരുന്നോ? അപ്പോൾ പറയുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് പറയണം. മെലിഞ്ഞു പോയല്ലോടി, തടി വെച്ച് പോയല്ലോടി. അന്ന് മെലിഞ്ഞിരുന്നല്ലായിരുന്നു കല്യാണത്തിന്, ഇപ്പം അങ്ങ് തടി അങ്ങ്. എൻ്റെ മോൻ്റെ കൂടെ വല്ലയിടത്ത് വിരുന്ന് പോകുമ്പോഴേ അവർ അമ്മയും മോനുമാന്ന് പറയും. അമ്മേ ഒരു 2 ദിവസം കൊണ്ട് കയറി അങ്ങ് വണ്ണം വെക്കുമോ? അത് എൻ്റെ സ്വാഭാവിക, ഞാൻ ഇത്രയും വണ്ണമാണ്. നാണക്കേടല്ലേ, എൻ്റെ മോനാണെങ്കിൽ വണ്ണമേ ഇല്ല, അവൻ സ്ലിമ്മാ. അപ്പം നീ വണ്ണം കുറയ്ക്കണം, നീ ഇങ്ങനെ കയറി തടി വെക്കാൻ പാടില്ല. ഇപ്പോൾ പറയാനാ ഈ പെണ്ണ്. ആഹാരം കുറയ്ക്കണോടി, നീ വന്ന് കയറിയോണ്ടേ അത് ഇതൊന്നും പറയ്ക്ക് തിന്നരുത്, ആഹാരം കുറയ്ക്കണം. ഞങ്ങളന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ നിനക്ക് ഇത്ര വണ്ണം ഇല്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ സ്ലിമ്മായിട്ട് നമ്മൾ കൂടെ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് കുത്തി പറയുമോ അല്ലയോ.
2 ദിവസം കൊണ്ട് ഈ പെണ്ണ് കയറിയപ്പോ വണ്ണം വെച്ചോ? കൊള്ളാല്ലേ. ശ്ശോ. അത് മോളെ, അമ്മ അങ്ങനെ പറയില്ലേ അമ്മ, കേട്ടോ. ഈ വന്ന കാലത്തെ ഒരു ഗാർഹിക പീഡനം എന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ മതി, അമ്മായിയമ്മമാര് അകത്തു പോകും. ഞാനേ ഒരു തമാശ പറഞ്ഞതാ, നോവിക്കുന്ന തമാശകളാ, അത് മോള് കാര്യമാക്കണ്ട. അപ്പൊ സൂക്ഷിച്ചും കണ്ടു അങ്ങ് സംസാരിക്കണം, കേട്ടോ അമ്മേ. അമ്മയ്ക്കും കൊള്ളാം, എനിക്കും കൊള്ളാം, കേട്ടല്ലോ. മോളതൊന്നും കാര്യമാക്കല്ലേ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ, കേട്ടോ. പക്ഷെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? നിന്റെ ഒത്തി അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. നമ്മളിനി പറയുമ്പോൾ എനിക്ക് വയ്യ, വയസ്സാം കാലത്തിന് കേസ്, കോടതി, ജയില്, അതിൻ്റെ പുറകെ നടക്കാൻ.